പ്രിയപ്പെട്ടവരെ, പ്രിയ സുഹൃത്ത് സന്ദീപ് വാര്യർ ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്, കാരണം നിങ്ങൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോവുകയാണെന്നാണല്ലോ തീരുമാനിച്ചത് എന്ന് ചോദിച്ചപ്പം മാധ്യമങ്ങളോട് പ്രതികരിച്ച ആ രീതി അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല, കാരണം സന്ദീപിൻ്റെ ഒരു ഭാഷാ സൗന്ദര്യമൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു വശത്തുണ്ട്, വാക്ചാതുര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഹൃദയം കൊണ്ട് സംസാരിക്കണം, തലച്ചോറ് കൊണ്ട് സംസാരിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മനസ്സിൽ ആത്മാർത്ഥത കൊണ്ട് നമ്മൾ സംസാരിക്കണം, നമ്മൾ ഈ ബുദ്ധി കൊണ്ട് സംസാരിക്കരുത്. എന്തുണ്ടെങ്കിലും അവിടെയാണ് ഇമോഷണലാവുന്നത്. നമ്മൾ ആയി ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ ഇഷ്ടമാണ്. അതേസമയം ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കുന്ന ഒരാളെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. സന്ദീപിനെ ഇപ്പോഴും ഞാൻ എൻ്റെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് പരിപൂർണമായിട്ട് എഴുതി തള്ളിയിട്ടില്ല. പക്ഷേ സന്ദീപിനെ പറ്റിയിട്ടുള്ള ചില അബദ്ധങ്ങളുണ്ട്. എന്തായിരുന്നാലും സന്ദീപിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നതാണല്ലോ കേട്ടത്, എന്തുകൊണ്ടാണ് പോകാതിരുന്നതെന്ന് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞത്, വിയൂർ ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് പോകാനല്ല ഞാൻ ആഗ്രഹിച്ചത്, മറിച്ച് ഈ ജീവപര്യന്തം തടവിൽ പെടാതെ പുറത്തേക്ക് പോകാനാണെന്ന്. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ വേണ്ടി കോൺഗ്രസിലേക്ക് പോയിന്ന്. ആ കാര്യത്തിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ലോകത്ത് തന്നെ, കേരളത്തിലെ മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെ ഉള്ളത്ര ഡെമോക്രസി വേറെ ഒരു പാർട്ടിയിലും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. KPCC പ്രസിഡന്റ് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ മൈക്കിന് വേണ്ടി പത്രക്കാരുടെ മുമ്പിൽ പിടികൂലി നടത്താൻ പറ്റുന്ന ഒരു പാർട്ടി ലോകത്തെവിടെയുള്ളത്? KPCC പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ വന്നിരുന്നപ്പോൾ ഒരല്പം വൈകിയപ്പോൾ അതുവരല്ല, വനിതയായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ തൊട്ടടുത്തിരിക്കുമ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറച്ച് വൈകിയപ്പം ആ എവിടെയാണ് എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടി എവിടെയുള്ളത്? എന്നിട്ടൊരു നടപടി ഉണ്ടാവണമില്ല. അങ്ങനത്തെ ഒരു പാർട്ടി എവിടെയുള്ളത്? അലുമിനിയം പട്ടേൽ എന്ന അഹമ്മദ് പട്ടേൽ എന്ന ഒരു ദീർഘകാലം, രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ടെന്ന് എനിക്ക് തോന്നണേ, AICCയിലെ ട്രഷററായിരുന്ന, പിന്നീട് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പം നമ്മളെ KC വേണുഗോപാലിനെ കൊണ്ടേ ഇരുത്തിയേക്കുന്നത്. അത് രാഹുൽ ഗാന്ധി ആയിട്ടുള്ള വേറെ ചില ഡിങ്കോൾഫിയാണ്, അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഇരുന്ന വളരെ മുതിർന്ന നേതാവായിരുന്ന, അന്തരിച്ചു പോയ, ഗുജറാത്തിൽ നിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്, അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിക്കാനും, സാക്ഷാൽ സോണിയാഗാന്ധിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കാലത്ത് പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ച് ആക്ഷേപിക്കാനും ഒക്കെയുള്ള, ആക്ഷേപിക്കുകയല്ല, വിളിച്ച് എന്താ പറയുക, രസിപ്പിക്കാനും ഒക്കെ അനുവാദമുണ്ടായ ഒരു പാർട്ടി. അങ്ങനെ ഈ രണ്ട് വിളിയും, അലുമിനിയം പട്ടേലും മദാമ വിളിയും ഒക്കെ നടത്തിയ ആളെ പിന്നീട് കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ 2 വട്ടം MLA ആക്കി, 1 വട്ടം MP ആക്കി. പിന്നെ അദ്ദേഹം പരാജയപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ. ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടി കേരളത്തിലെ ഏതാണുള്ളത്? ഇന്ത്യയിലെ കാര്യങ്ങൾ വിട്ടേക്ക്. അതേപോലെ തന്നെ സഹപ്രവർത്തകരുടെ മുണ്ടുരിയാൻ വേണ്ടി ആൾക്കാരെ പറഞ്ഞയക്കാൻ കഴിയുന്ന ഒരു പാർട്ടി വേറെ എവിടെയുള്ളത്? KPCC പ്രസിഡന്റ് ആകുമ്പോൾ ഇദ്ദേഹത്തിന് രാജ്ഭവൻ ഉണ്ണിത്താൻ്റെയും ശരത്ചന്ദ്ര പ്രസാദിൻ്റെയും മുണ്ടൊന്നൊരിഞ്ഞ് കാണണം. അദ്ദേഹത്തിന് ഓൺ വീഡിയോസ് പോയിട്ട് കണ്ടാൽ മതിയെന്നേ. ഇതിനെ മുണ്ടൂരി മാത്രമല്ല, അടിവസ്ത്രം വരെ ഒഴിഞ്ഞിട്ടുള്ളത് കാണാം, ഗേ ആണെന്നുണ്ടെങ്കിൽ. എന്തായാലും മുണ്ടൊരിഞ്ഞ് കാണണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായി. അതിനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടി വേറെ ഉള്ളു. ഇത്രയും ജനാധിപത്യം എവിടെയുള്ളേ? അതേപോലെ തന്നെ ആൺവേശിയായി എന്ന് അന്ന് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന രാജ്ഭവൻ ഉണ്ണിത്താനെ തിരിച്ച് ഇയാളെ വിശേഷിപ്പിക്കാനും, ഇദ്ദേഹം ഒരു പെണ്ണായിരുന്നെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ വേശിയായി മാറുമായിരുന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഏതാണല്ലേ? ജനാധിപത്യത്തിൻ്റെ ഒരു ഭയങ്കര വിപ്ലവമാണ് നടക്കണേ, തിരയടി സുനാമിയാണ് നടക്കണേ. രണ്ടുപേരും ഒരുമിച്ച് 2019 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ലോക്സഭയിലേക്ക് ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ അടുത്തടുത്തിരുന്ന് ചായ കുടിച്ച്, പെക്കടിച്ചോന്ന് എനിക്കറിയില്ല, ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പെക്ക് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഞാൻ യാത്ര ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ആകെ കുറഞ്ഞ യാത്രകളെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടി വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി? അത് മാത്രമല്ല, എല്ലാവരും നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാവരും KPCC ഒന്നുകിൽ KPCC നേതാക്കന്മാരാണെങ്കിൽ DCC നേതാക്കന്മാരാണ്. ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല ഇവർക്കൊന്നും. അങ്ങനെ അറിയാത്ത ആൾക്കാരെ, പരസ്പരം പരിചിതമല്ലാത്ത ആൾക്കാരെ പിടിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ DCC സെക്രട്ടറിമാരായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്ന ഇത്രയും ജനാധിപത്യ വിശാലതയുള്ള പാർട്ടി വേറെ ഏതാണല്ലേ? അത് BJPയിൽ കിട്ടുമോ? CPMൽ കിട്ടുമോ? മുസ്ലിം ലീഗിൽ കിട്ടുമോ? വേറെ ഏതെങ്കിലും പാർട്ടി കിട്ടുമോ? ഇല്ല. അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. സന്ദീപ് പറഞ്ഞ വളരെ കറക്റ്റാണ്.
അപ്പം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയും. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് വരെ കൃത്യമായിട്ട് ആൾക്കാർക്ക് ബോധ്യമുണ്ട്. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനാധിപത്യത്തിൻ്റെ വിപ്ലവം കൊണ്ട് കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളത് അവർക്ക് തന്നെ പരസ്പരം അറിയില്ല. അതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതാണ്. ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള ജനാധിപത്യമുള്ളൊരു പാർട്ടിയാണത്. അത് മാത്രമല്ല, ഈ DCC സെക്രട്ടറിക്ക് പിന്നെ DCC പ്രസിഡന്റിനെ തന്തയ്ക്ക് വിളിക്കാം, ബ്ലോക്ക് പ്രസിഡന്റിന് DCC സെക്രട്ടറിയെ അടിക്കാം അവരെ യോഗം നടക്കുമ്പം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം വേറെ ഏതെങ്കിലും പാർട്ടിയിൽ കിട്ടുമോ? ഇത്ര വലിയ ജനാധിപത്യമുള്ള പാർട്ടി വേറെ എവിടെയുണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അത് മാത്രമല്ല, ഗ്രൂപ്പ് യോഗം എന്ന് പറഞ്ഞാൽ പിന്നെ മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് വെള്ളമടിക്കാം. അവിടെയല്ലേ ഡെമോക്രസി? ഏറ്റവും വലിയ ഡെമോക്രസി ജനാധിപത്യം ഉണ്ടാവുന്ന അവിടെയല്ലേ? അല്ലാതെ എനിക്ക് VIP പ്രശ്നം, ഞാൻ DCC പ്രസിഡന്റാണ്, എനിക്ക് VIP പ്രശ്നം, മറ്റവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. DCC പ്രസിഡന്റും ബ്ലോക്ക് നേതാക്കന്മാരും ബാക്കിയുള്ളവരും അവരെ ഗ്രൂപ്പ് നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് പെക്ക് ഒരുമിച്ചടിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാനികളുടെ നോമ്പ് തുറ പോലെയാണ്. ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നില്ല എന്നുള്ളൂ. ഇവർക്ക് പല പ്ലേറ്റ് വെക്കുന്നുണ്ടല്ലോ. മറ്റൊരു പ്ലേറ്റിൽ തന്നെ എടുത്ത് ഭക്ഷണം കഴിക്കും. ജനാധിപത്യത്തിൻ്റെ സുഗന്ധം തന്നെയാണെന്നേ, ഒരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പം ജനാധിപത്യം ഇതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലെത്തിയിരുന്നത് അടിയന്തരാവസ്ഥക്കാലത്താണ്. അടിയന്തരാവസ്ഥക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജനാധിപത്യമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഇപ്പം പിന്നെ സന്ധ്യകുമാരിയിൽ പോയിട്ടുള്ള പാർട്ടിയുടെ പ്രസിഡന്റ് വേറെ ആരുമാണ്, എന്തോ ഒരു കീറുകയോ എന്തോ ഒരു സാധനം. പ്രസിഡന്റ് ഒന്നല്ലെങ്കിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പിന്നെ നേതാവ്, രാഹുൽ ഗാന്ധിയുടെ അമ്മ നേതാവ്, രാഹുൽ ഗാന്ധിയുടെ അനിയത്തി ഇപ്പം പിന്നെയും മത്സരിക്കുക. അങ്ങനെ കുടുംബാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കുടുംബാധിപത്യം ഒന്നുമല്ല, ജനാധിപത്യമാണ്. കുടുംബങ്ങൾക്ക് ആധിപത്യം ഉണ്ടാവുന്നതാണ് ജനാധിപത്യം. കുടുംബത്തിലുള്ള എല്ലാവർക്കും ജനാധിപത്യപരമായ സ്ഥാനങ്ങൾ വീതിച്ചു കൊടുത്തു. അമ്മേനെ രാജ്യസഭയ്ക്കാക്കി, രാഹുൽ ഗാന്ധി ലോക്സഭയ്ക്ക് പോയി, അനിയത്തിനെ എങ്ങോട്ടാക്കി. അത് കുടുംബത്തിൽ ജനാധിപത്യം കൊണ്ടുവന്നു. അങ്ങനെ പാർട്ടിയാണ്. ഓരോ കുടുംബത്തിൽ വരെ ജനാധിപത്യം കൊണ്ടുവന്ന് രാജ്യത്തിന് മാതൃകയാവുന്നൊരു പാർട്ടി, വിശിഷ്ടമായൊരു പാർട്ടി. ആ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നത്, തുർക്കുമാൻ ഗേറ്റിൽ അവിടെ പിന്നെ ഈ ബുൾഡോസർ പൊളിറ്റിക്സ് ഒന്നും കൊണ്ടുപോകുന്നത് നമ്മുടെ യോഗി ആദിത്യനാഥല്ല. ആദിത്യനാഥ് ഗുണ്ടകളെയൊക്കെയാണ് പൊളിച്ചു നിൽക്കുന്നത്. പക്ഷേ സാധാരണക്കാരെ വരെ, കാരണം എന്ന് വെച്ചാൽ ജനസംഖ്യ കൊണ്ട് പെരുകുകയാണെന്ന് നമ്മുടെ രാജ്യം. അപ്പോൾ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സാധാരണക്കാരെ മേത്തേക്ക് ബുൾഡോസറുടെ കയറ്റി ഇറക്കിയിട്ട് സഞ്ജയ് സിംഗ്, ഇന്ദിരാഗാന്ധിയുടെ മകൻ, രാജീവ് ഗാന്ധിയുടെ സഹോദരൻ സഞ്ജയ് ഗാന്ധി ചത്തുപോയി. അങ്ങനെ ജനാധിപത്യ രാജ്യത്തിലേക്ക് നമ്മുടെ നാട്ടിനെ കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വലിയ സ്വഭാവമാണ്. മാത്രമല്ല, സിഖുകാരെ ജനാധിപത്യപരമായി കൊല്ലാനുള്ള അവകാശം കൊടുത്തത്. 84 ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പം സിഖ് വംശജനായിട്ടുള്ള ഡൽഹിയിൽ കാണുന്ന മുഴുവൻ മനുഷ്യരെയും ജനാധിപത്യപരമായിട്ടാണ് കൊന്നത്. അല്ലാതെ അക്രമ സ്വഭാവത്തോടെ കൊന്നിട്ടില്ല. ഭയങ്കര ജനാധിപത്യമായിരുന്നു കാണിച്ചിരുന്നത്. പിന്നെ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ, AK ആന്റണിയൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോൾ, അന്ന് സോണിയാഗാന്ധി UPA ചെയർപേഴ്സൺ ആകുമ്പോൾ 2G സ്പെക്ട്രം അഴിമതി ഉള്ളത് നടത്താൻ സ്വന്തം മന്ത്രിസഭയിലുള്ള ആൾക്കാർക്ക് അഴിമതി നടത്താനുള്ള ജനാധിപത്യം വിട്ടുകൊടുത്തില്ലേ? വേറെ ഏതെങ്കിലും പാർട്ടി ചെയ്യോ? വേറെ ഏതെങ്കിലും പാർട്ടി സ്വന്തം ക്യാബിനറ്റിലുള്ള മുന്നണി മന്ത്രിസഭയിലുള്ള ആളുകൾ എന്തെങ്കിലും അഴിമതി നടത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനകത്ത് കഴുത്തിന് പിടിച്ച് പിറ്റേന്ന് രാജിവെക്കാൻ പറയും, ഇല്ലേ? ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ അനുഭവമുണ്ട്. നാടാര് ഒരു വൃത്തികേട് കാണിച്ചപ്പോൾ നായനാർ പറഞ്ഞു രാജിവെക്കടാന്ന് പറഞ്ഞു. PG ജോസഫിന് ഒരു അബദ്ധം പറ്റിയപ്പം രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരോടും രാജിവെക്കാൻ പറഞ്ഞു. TU കുരുകളോട് രാജിവെക്കാൻ പറഞ്ഞു ഒരു അഴിമതി ആരോപണം ഉണ്ടായപ്പം. ഒരു ജനാധിപത്യവും ഇല്ല, കാരണം ഇവർ പറയണത് കേൾക്കണം. അതേസമയം കോൺഗ്രസിന് ഭയങ്കര ജനാധിപത്യമായിരുന്നു. ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഓക്കെ നീ കേട്ടോ, കുഴപ്പമില്ല. കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണാണ്. അതാണ് ജനാധിപത്യം, അതാണ് ഒരു മുന്നണി മര്യാദ എന്ന് പറയുന്നത്. പക്ഷേ ഈ ജനാധിപത്യത്തിനെല്ലാം അവസാനം കയ്യൊപ്പ് മേടിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ജനാധിപത്യം നടത്തണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെങ്കിലും അത് മണക്കാട് സാധിക്കൽ തങ്ങളുടെ അടുത്ത് പോയിട്ട് കാല് തൊട്ട് വണങ്ങി പിന്നെ ഇങ്ങനെ തൊഴുതു നിൽക്കണം.
പിന്നെ മൂപ്പര കസേരയിലൊന്ന്, പിന്നെ മൂപ്പര് തരുന്ന കസേരയിലൊന്ന് ഇരിക്കണം. അത് മൂപ്പര് പിന്നെ സന്ദീപ് വാര്യർ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അത് സന്ദീപ് വാര്യർ നടത്തി. സന്ദീപ് വാര്യർ പറഞ്ഞല്ലോ, BJP-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവണേക്കാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവുന്നതിനേക്കാളും പാണക്കാട് സാധിക്കൽ തങ്ങൾ എന്ന കസേരയാണ് നല്ലതെന്ന്, ആ കസേരയിൽ ഇരുന്നതാണ് എൻ്റെ ഭാഗ്യം എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കസേര എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കണമെന്നേ. അമ്മ മരിച്ചു പോയെങ്കിലും അമ്മേൻ്റെ പിന്നെ ഓർമ്മയ്ക്ക് വേണ്ടി ആ കസേര അമ്മേൻ്റെ ശവക്കല്ലറിൽ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കണം. കാരണം ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉപഹാരമല്ലേ കിട്ടിയത്. ഇതെന്തായാലും ഈ ഒരു പ്രയർ അപ്രൂവല് ഇവരുടെ അടുത്ത് മേടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി പിന്നെ നമുക്ക് ഇങ്ങനെ ജനാധിപത്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രയർ അപ്രൂവൽ പാണക്കാട് തങ്ങളുടെ അടുത്ത് മേടിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ജനാധിപത്യത്തിൻ്റെ സുഗന്ധം ഇനിയും പുലർത്താൻ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. ഈ അധോവായുവിലൂടെ എങ്കിലും, അധോവായുവാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നതുണ്ടെങ്കിൽ അതുപോലും ജനാധിപത്യത്തിൻ്റെ സുഗന്ധമായി ആസ്വദിക്കാൻ ഇനിയും സന്ദീപ് വാര്യരുടെ ജീവിതം ബാക്കിയാവട്ടെ എന്ന് മാത്രമേ ആശ്വസിക്കുന്നുള്ളൂ. പ്രിയ സുഹൃത്തിനോട് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അതിൽ കൂടുതൽ. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഇത്രയേ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് എന്തായാലും കാരണം മനോഹരമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അധോവായു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ, കീഴ്ശ്വാസം. അതുപോലും കോൺഗ്രസിൻ്റെ കീഴ്ശ്വാസം പോലും ജനാധിപത്യത്തിൻ്റെ സുഗന്ധമായി അനുഭവിക്കാനുള്ള ഈ മഹാഭാഗ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം തുടരട്ടെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വരാൻ പോകുന്നത് മുഴുവൻ അങ്ങനെ ആവട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.